ഹായ് ഉർവൺ, ഞങ്ങൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ആളൂരിലാണ്. 22 സെൻറ്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റിൽ റീസെൻ്റ്ലി നിർമ്മാണം പൂർത്തീകരിച്ച വീടാണിത്. ഇനീഷ്യൽ സ്റ്റേജിലെ ക്ലൈൻറ്റിൻ്റെ എലിവേഷൻ്റെ കാര്യത്തിൽ ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റുകളിൽ ഒന്നായിരുന്നു ഒരു കണ്ടംപററി സ്റ്റൈൽ വീട് വേണമെന്നുള്ളത്. സോ അങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു ഡിസൈനിലേക്ക് എത്തിയിട്ടുണ്ടായത്. വൈറ്റ്, വുഡൻ ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് നമ്മൾ ഈ വീടിൻ്റെ എലിവേഷനിൽ ചെയ്തിട്ടുള്ളത്. എലിവേഷനിൽ നമ്മൾ വലിയ വിൻഡോസും സ്ലൈഡിങ് UPVC വിൻഡോസും വലിയ ഫിക്സഡ് ഗ്ലാസുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കുന്നതോടൊപ്പം തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയിട്ടുള്ള സൺലൈറ്റ്സ് കൂടി നമ്മളിവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഫോമൽ ലിവിംഗ്, ഡൈനിങ്, ഫാമിലി ലിവിംഗ്, പാറ്റിയോ, മെയിൻ കിച്ചൺ, വർക്ക് ഏരിയ കൂടാതെ 3 ബെഡ്റൂമുകളോട് കൂടിയാണ് നമ്മൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഈ വീടിൻ്റെ ഫോമൽ ലിവിംഗ് റൂം. ഡബിൾ ഹൈറ്റിലാണ് ഈ ലിവിംഗ് റൂം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു 3+2 സീറ്റർ സോഫയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡബിൾ ഹൈറ്റ് വാളിനെ സിമെൻറ്റ് ടെക്സ്ചർ കൊടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഗോൾഡൻ പ്രൊഫൈലും ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ ആയിട്ട് വരുന്ന ഡബിൾ ഹൈറ്റ് വരുന്ന ഗ്ലാസ് പോർഷനാണിത്. ഫോമൽ ലിവിംഗിലായിട്ടാണ് ഈ ഗ്ലാസ് വാൾ വരുന്നത്. വീടിൻ്റെ ദർശനം പടിഞ്ഞാറായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വരുന്ന സൺലൈറ്റ്സ് എല്ലാം തന്നെ വീടിൻ്റെ ഉള്ളിവശം ഫോമൽ ലിവിംഗ് ഡബിൾ ഹൈറ്റ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഫാമിലി ലിവിംഗും ഡബിൾ ഹൈറ്റ് ആണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് ഉച്ചയ്ക്ക് ശേഷം എല്ലാ രീതിയിലും സൺലൈറ്റ്സ് ആവശ്യത്തിന് കടന്നു വരാനായിട്ട് ഈ ഒറ്റ ഡബിൾ ഹൈറ്റ് വാൾ നമുക്ക് സഹായമാകുന്നതാണ്. ഇവിടുത്തെ ഫോമൽ ലിവിംഗ് ഡൈനിങ് പാർട്ടീഷൻ ആണെങ്കിലും ഡൈനിങ് ഫാമിലി ലിവിംഗ് പാർട്ടീഷൻ ആണെങ്കിലും എല്ലാം തന്നെ നമ്മൾ മെറ്റൽ ട്യൂബും പ്ലൈവുഡ് ലാമിനേഷനും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെറിയ വ്യത്യസ്തത കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ പാർട്ടീഷനൊക്കെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കോമൺ ഏരിയകളെല്ലാം തന്നെ വെൽ കണക്റ്റഡ് ആണ്. ഫോമൽ ലിവിംഗ്, ഡൈനിങ്, ഫാമിലി ലിവിംഗ്, പാറ്റിയോ എല്ലാം തന്നെ നമ്മളിവിടെ കിച്ചൺ മാത്രം ക്ലോസ്ഡ് ആണ് ചെയ്തിരിക്കുന്നത്. പൊതുവെ കൂടുതലും ചെയ്തു വരാറ് ഓപ്പൺ ആണ്, പക്ഷേ ഇവിടെ നമ്മൾ കിച്ചൺ ക്ലോസ്ഡ് ആണ്. പകരം 2 ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുള്ള ഫോമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിലൂടെ വെൽ കണക്റ്റഡ് ആയിട്ടുള്ള വലിയൊരു പാഷ്യോ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ്. 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ യുഎന്ന് വേണ്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ് ലൈറ്റ്സ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൻ്റെ പുറകിൽ വരുന്ന വാളിനെ നമ്മൾ മുഴുവനായിട്ട് WPC ലൂവേഡ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റുകളിൽ ഒന്നായിരുന്നു ഒരു ഹിഡൻ ബാത്റൂം വേണമെന്നുള്ളത്. സോ നമ്മൾ WPC ചെയ്തതുകൊണ്ട്, ലൂവേഡ് ചെയ്തതുകൊണ്ട് നമുക്കിവിടെ ഇത്തരത്തിലൊരു ഹിഡൻ ബാത്റൂം കൂടി നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ കഴിയും. ഇനീഷ്യൽ ഡ്രോയിങ് സ്റ്റേജിൽ തന്നെ ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റുകളിൽ ഒന്നായിരുന്നു പ്രെയർ ഏരിയയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രെയർ ഏരിയ വരുന്ന പോർഷനിൽ മാത്രമായിട്ട് നമ്മൾ വുഡൻ ഫ്ലോറിംഗ് കൊടുത്ത്, വുഡൻ ഫിനിഷ് വരുന്ന ടൈൽസ് കൊടുത്തിട്ടാണ് നമ്മൾ ഫ്ലോറിംഗ് ട്രീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ പ്രെയർ ഏരിയയുടെ ഡിസൈൻ ആണെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ടെക്സ്ചറിലൊക്കെ കൊടുത്ത് വാൾ ഷെൽഫുകളൊക്കെ കൊടുത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രെയർ ഏരിയയോട് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഫാമിലി ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫാമിലി ലിവിംഗും പ്രെയർ ഏരിയയും എല്ലാം ഡബിൾ ഹൈറ്റിലാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ വീടിൻ്റെ എയർ പാസിങ് വളരെ വളരെ ക്ലിയർ ആണ്. നമുക്ക് ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് വരുന്ന പാഷ്യോയിൽ നമുക്ക് നല്ല സൺലൈറ്റ്സും എയറും എല്ലാം കടന്നു വരുന്ന രീതിയിലേക്ക് നമ്മൾ പാഷ്യോനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫാമിലി ലിവിങ്ങിൽ നിന്നുള്ള ഡോറ്, പാഷ്യോയിലേക്ക് വരുന്ന ഡോർസിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ, പ്രോപ്പറായിട്ടുള്ളൊരു എയർ സർക്കുലേഷൻ നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ്. ഈ ഡബിൾ ഹൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹോട്ട് എയർ വീടിൻ്റെ പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ജാളി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഒരു പ്രോപ്പർ എയർ വെന്റിലേഷനും അതുപോലെ തന്നെ ആവശ്യത്തിന് വരുന്ന ഒരു സൺലൈറ്റ്സും നമുക്ക് വീട്ടിൽ പ്രദാനം ചെയ്യാനായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ വീടിൻ്റെ പാറ്റിയോയിലാണ്. ക്ലൈൻറ്റിൻ്റെ വലിയ റിക്വയർമെൻറ്റുകളൊന്നായിരുന്നു നല്ലൊരു പാറ്റിയോ വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലെ പ്ലാൻ ഡിസൈനിങ്ങിൽ തന്നെ നമ്മൾ പാറ്റിയോയുടെ പ്ലേസ് നന്നായി ശ്രദ്ധിക്കുകയുണ്ടായി. ഈ പാറ്റിയോ ആക്ട് ചെയ്യുന്നത് നോർമലി ഉള്ള കാര്യങ്ങൾ പോലെ ചെറിയൊരു ഗ്യാതറിങ്ങിനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ഈവനിങ്ങിലൊക്കെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ പാറ്റിയോ ഉപയോഗിക്കാം. വളരെ നല്ലൊരു ആംബിയൻസാണ് നമ്മൾ പാറ്റിയോയിൽ ഗ്രീനറിയൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. സോ അത് നോർമലി നമുക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ ഈ പാറ്റിയോ വീടിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മേഖലയായിട്ട് മാറുന്നത് നമുക്ക് ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൺലൈറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എയർ വെന്റിലേഷൻ, പ്രത്യേകിച്ച് എയർ വെന്റിലേഷനൊക്കെ ആണെങ്കിലും പാറ്റിയോയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. നമ്മളിവിടെ പാറ്റിയോനെ ഒരു ജാളി ആളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പാറ്റിയോനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഗ്രില്ലെല്ലാം കൊടുത്തിട്ട്. സോ
ഒരു സേഫ്റ്റി പ്രിക്കോഷനോടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഫാമിലി ലിവിങ്ങിൻ്റെ ഒരു ഡോർ ഓപ്പൺ ആക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാമിലി ലിവിങ്ങിൻ്റെ ഒരു ഡോർ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത്രയധികം ഒരു എയർ പാസിങ് നമുക്ക് മെയിൻ സ്റ്റെയർ കേസിൽ വരുന്ന സ്റ്റെയർ വാളിൽ വരുന്ന ഒരു ജാളിയുടെ ഒരു ത്രൂ ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ക്രോസ് വെന്റിലേഷൻ ഈ പാറ്റിയോയിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ഈ വീട്ടിൽ. ഓരോ പ്രൊജക്റ്റുകളും നമുക്ക് ഓരോ ജീവിതാനുഭവങ്ങളാണ് തരുന്നത്. അതോടൊപ്പം വളരെ ചെറിയ നാളുകൾ കൊണ്ട് പരിചയപ്പെട്ട, ഇന്നലകൾ വരെ പരിചയമില്ലാത്ത ഒരാളുകൾ നമ്മുടെ ഓഫീസിലേക്ക് ഒരു പുതിയൊരു എൻക്വയറിയുമായി വരുന്നു. അവിടുന്ന് ഒരു പ്രൊജക്റ്റിലേക്ക് മാറുന്നു. 1 വർഷമോ 1.5 വർഷമോ നീളുന്ന ഒരു ജേർണി. അതിനുശേഷം കിട്ടുന്നത് വളരെ ഒരു ഫാമിലി മെമ്പറായിട്ട്, അല്ലെങ്കിൽ ഒരു വളരെ അടുത്തൊരു സുഹൃത്തായിട്ട്, ഒരു ഫാമിലി മെമ്പറായിട്ട് ഇന്നലെ വരെ പരിചയമില്ലാത്ത ഒരാൾ മാറുകയാണ്. ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിട്ട്, വിആർക്കിനെ സംബന്ധിച്ചിട്ട് വളരെ അനുഗ്രഹമുള്ളൊരു കാര്യമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. കാരണം ഓരോ ബന്ധങ്ങളും നാളത്തെ വളർച്ചയുടെ വലിയൊരു ഭാഗമാണ്. ശരിക്കും ഈ വീട്ടിലെ ഗൃഹനാഥനായിട്ടുള്ള ബ്രില്യൻറ്റിനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.